ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മളൊരു 3-4 അടിപൊളി കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കാണിക്കാൻ പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ടിപ്സുകളാണ്. എല്ലാവരും വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ടിപ്സുകൾ നമ്മുടെ വീട്ടിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. എന്തൊക്കെയാണ് ടിപ്സ് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പാണ്. ഇത് വളരെ കുഞ്ഞു ടിപ്പാണ്, സിമ്പിൾ ടിപ്പാണ് കേട്ടോ. നമ്മളിപ്പോൾ എല്ലാവരും ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന സമയത്ത് മാവ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ കറികൾ നമ്മൾ വെച്ചിട്ട് സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ഫ്രീസറിലാണെങ്കിൽ നമ്മൾ ഇറച്ചിയോ മീനൊക്കെ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും പെടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഒരു സ്മെല്ല് വരും. അപ്പോൾ ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് യാതൊരു ചിലവില്ലാത്ത ഒരു സിമ്പിൾ ടിപ്പാണ്. ചെറിയൊരു ബാഡ് സ്മെല്ലാണെങ്കിൽ കൂടെ നമുക്ക് വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു 2 സ്പൂണ് ബേക്കിംഗ് സോഡ എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. വല്ലപ്പോഴും ഒരു തവണ, അതായത് 3-4 മാസം കൂടുന്ന സമയത്ത് നമുക്കൊന്ന് മാറ്റി കൊടുത്ത് വീണ്ടും ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ഥിരമായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ എടുത്ത് വെക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം വെറൈറ്റി ഫുഡുകൾ നമ്മളിവിടെ സൂക്ഷിക്കുകയാണെങ്കിലും നമുക്ക് യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാൻ പോവാണ്. സേഫ്റ്റി പിന്ന് അഥവാ സൂചി പിന്ന് എന്നൊക്കെ പറയും. ഇത് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. കാരണം അവർക്ക് സാരി ഉടുക്കുന്നതാണെങ്കിലും ചുരിദാറാണെങ്കിലും ഷോളിനൊക്കെ എല്ലാത്തിനും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ സേഫ്റ്റി പിൻ ഉപയോഗിക്കുക. അപ്പോൾ സേഫ്റ്റി പിൻ ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, സേഫ്റ്റി പിന്നൊക്കെ വാങ്ങിയിട്ട് പലതവണ യൂസ് ചെയ്ത സമയത്ത് നമ്മുടെ ആ പിന്നിൻ്റെ മൂർച്ച കുറയും. കനമുള്ള അല്ലെങ്കിൽ തിക്കായിട്ടുള്ള തുണികളിലൊക്കെ ഇത് കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കണ്ടില്ലേ, നല്ല ബലം കൊടുക്കണം കയറണമെങ്കിൽ. ഈസി ആയിട്ട് സേഫ്റ്റി പിന്നെ മൂർച്ച കൂട്ടാനുള്ള ടിപ്പാണ് ഇനി കാണിച്ചു തരുന്നത്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കനമുള്ള ഡ്രസ്സിലും എന്തിന് ജീൻസിൽ വരെ നമുക്ക് ഈസി ആയിട്ട് സേഫ്റ്റി പിന്നെ കയറി പോകും കേട്ടോ. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചിട്ട് അതിൻ്റെ സാധനങ്ങളൊന്നും വാങ്ങണ്ട കേട്ടോ. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് സോപ്പാണ്. അപ്പോൾ സോപ്പിൽ ഒരു കുറച്ച് തവണ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. നമ്മളിപ്പോൾ കയറുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ സേഫ്റ്റി പിന്നെ വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലേശം ഇതുപോലെ കുത്തിയതിന് ശേഷം നമ്മൾ ഇതുപോലെ കയറ്റിയാണെങ്കിലോ ഈസി ആയിട്ട് കയറിപ്പോവും. എത്ര പഴയ സേഫ്റ്റി പിന്നാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം എത്ര തിക്കായിട്ടുള്ള സാധനത്തിൽ നമുക്ക് ഈസി ആയിട്ട് കയറ്റാൻ പറ്റും. തീർച്ചയായിട്ടും ഇതും കൂടി ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ അടുത്ത ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. ഇതുപോലുള്ള പാക്കറ്റുകൾ, അതിപ്പോൾ ബൂസ്റ്റ്, ഹോർലിക്സ്, അല്ലെങ്കിൽ മസാലപ്പൊടികൾ, മുളക് പൊടി, എന്തിൻ്റെ പാക്കറ്റ് നമ്മൾ വാങ്ങിയാലും ഒരു തവണ ഉപയോഗിക്കാനാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യും ഗൈസ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തവണ പോലെ മടക്കി വെക്കും. ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഇത് യാതൊരു യൂസും ഇല്ലാത്തൊരു കാര്യമാണ്. പിറ്റേ ദിവസം തുറന്നു നോക്കി കഴിഞ്ഞാൽ ഹോർലിക്സും ബൂസ്റ്റൊക്കെ ആണെങ്കിൽ എന്തായാലും കട്ട പിടിക്കും. അത് ചായപ്പൊടിയോ അല്ലെങ്കിൽ മസാലപ്പൊടിയൊക്കെ ആണെങ്കിലും കട്ട പിടിക്കില്ല. പക്ഷെ കുറേ ദിവസങ്ങൾ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രാണികൾ വരാം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഒരു പൂപ്പൽ മണം വരാം, എന്തായാലും ചീത്തയാവും. ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ നമുക്ക് സീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ അറിയുന്നവരുണ്ടാവാം, അറിയാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസങ്ങളോ മാസങ്ങളോ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്ക് അതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കത്തി എടുത്തിട്ടുണ്ട്. മാക്സിമം പഴയ കത്തി എടുക്കുക. കാരണം ചൂടാക്കും തോറും അതിൻ്റെ കളറ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു 10 സെക്കൻഡ് സമയം ഇതുപോലെ ഒന്ന് കാണിക്കുക. ഒരുപാട് കൂടുതൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റായിട്ട് ഒട്ടില്ല, അത് മൊത്തം കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വഴിയാണ്. നമുക്ക് എങ്ങനെ കടയിൽ നിന്ന് സീൽ ചെയ്ത് കിട്ടുന്നോ ആ ഒരു സ്റ്റൈലിൽ തന്നെ നമുക്ക് സീൽ ചെയ്ത് കിട്ടും. അപ്പോൾ എത്ര കാലം വേണമെങ്കിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കത്തി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാൻ മതി. ഒരു 2 സെക്കൻഡ് ഇതുപോലെ തന്നെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് കത്തി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കവർ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് സീലായിട്ടുണ്ട്. ഈ ഒരു പോർഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങി അതേ സീലിംഗ് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് മസാലയുടെ പാക്കറ്റ് ആണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് സീൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ
ഈ ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ്. മെയിനായിട്ട് നമ്മൾ മലയാളികൾ കഴിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് മാവ് വെച്ചിട്ട് അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ട്, ഇത് റവയാണ്. അപ്പോൾ റവ വെച്ചിട്ട്, അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ. പിന്നെ ദോശ, ഇഡലി മാവുകൾ, ഇതിപ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മൾ കുറേ ദിവസങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കറുത്ത പ്രാണികൾ വരും, പിന്നെ ഒരു പൂപ്പൽ മണം വരും. പ്രത്യേകിച്ചിട്ട് ഗോതമ്പ് മാവ്. അരിപ്പൊടിക്ക് ഒരു സാധാ നല്ല മണമാണ്. ഗോതമ്പ് മാവ് നമ്മൾ പുതിയത് പാക്കറ്റ് വാങ്ങി പൊട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ ഗോതമ്പ് മാവിനൊരു മണമുണ്ടല്ലോ, അത് നമുക്ക് ഒരു പ്രത്യേക ഒരു മണമാണ്. അപ്പോൾ പെട്ടെന്ന് പൂപ്പൽ മണം കൂടുതലായിട്ട് അറിയുന്നത് ഗോതമ്പ് മാവിലാണ്. ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഈ സാധനങ്ങൾ നമുക്ക് കുറച്ചധികം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചീത്തയാവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ശതമാനം പൈസ, അതായത് മാസ ചെലവിൽ ലാഭിക്കാൻ പറ്റും കേട്ടോ. യൂസ്ഫുൾ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ മാക്സിമം ഉപ്പ് മതി. ചെറിയ കാര്യമാണെങ്കിലും പലതും ശ്രദ്ധിക്കാറില്ല. നമ്മളിത് ചീത്തയെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വയ്ക്കും, അത് തന്നെ ഉണ്ടാക്കി കഴിക്കും. അതൊക്കെ നമ്മുടെ വയറിനൊക്കെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമുക്ക് ആകെ വേണ്ടത് ഒരു സ്പൂൺ ഉപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും. ഇനി അടുത്ത നമ്മുടെ ഒരു സിമ്പിൾ ടിപ്പാണ്. ഇത് നമ്മൾ മാക്സിമം ആരും ശ്രദ്ധിക്കാത്തൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലുള്ള പൊടിയാണെങ്കിൽ തുടച്ചാൽ പോകും. പക്ഷെ ചില സമയങ്ങളിൽ നല്ലവണ്ണം കറകൾ ഉണ്ടാവാം, പാടുകൾ ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമായി. വെള്ളം വെച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ലിക്വിഡ് ആയിട്ടുള്ള ഒരു സാധനവും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനേക്കാളും ചീത്തയ സ്വിച്ച് ബോർഡുകൾ ഇഷ്ടം പോലെ വീടുകളിൽ ഉണ്ടാവാം. അപ്പോൾ അതിന്റെ മെയിൻ കാരണം അത് അവർ ക്ലീൻ ചെയ്യാൻ പേടി ഉള്ളത് കൊണ്ടാണ്. പാചകം ചെയ്യുന്ന സ്ഥലത്തുള്ള സ്വിച്ച് ബോർഡ് ആണെങ്കിൽ പെട്ടെന്ന് അത് കറ പിടിക്കും. കാരണം എണ്ണയുടെ ഒരു പുകയൊക്കെ അടിക്കുന്നതുകൊണ്ട് ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം. ആ കുറച്ച് പേസ്റ്റ് മാത്രമേ വേണ്ടൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഈ പേസ്റ്റ് വെച്ചിട്ട് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. എത്ര അയക്കുണ്ടെങ്കിലും 5 സെക്കൻഡുകളിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഒരു തവണ കൂടി ഞാൻ പറയുകയാണ്, നമ്മളെപ്പോൾ ചെയ്യുമ്പോഴും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചെയ്യുക, അതാണ് സേഫ്. അപ്പോൾ നമ്മുടെ അടുക്കളുടെ ആ ഭാഗത്തും കുറച്ച് അഴുക്ക് കൂടുതലാണ്. ഇതുണ്ടല്ലേ, ആ പേസ്റ്റ് ഉപയോഗിച്ച് അവിടെ എന്തൊരു നീറ്റാണ് നോക്കിയേ. ദയ്യോ ഈ ഭാഗത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇതുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എത്ര അഴുക്ക് പിടിച്ച സ്വിച്ച് ബോർഡ് ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കുക. ഒരു 3-4 മാസം കൂടുന്ന സമയത്ത് ഒരു തവണ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അതൊക്കെ ഒരു കോട്ടൺ തുണിയും കൊണ്ടും കൂടെ ഒന്ന് തുടച്ചെടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ട് 3-4 കുഞ്ഞു ടിപ്സുകളാണ്. നമ്മുടെ ലൈഫിൽ കുറച്ചൊക്കെ യൂസ്ഫുൾ ആവുന്ന ടിപ്പുകളാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വെറൈറ്റി വീഡിയോ കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ.